ഒരിക്കൽ കൂടി ഭാഗം 11. നിങ്ങൾ ആ പെൺകുട്ടിക്ക് താക്കോൽ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ആ കുട്ടിക്ക് തലവേദനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ പയ്യനെ വിട്ട് മരുന്ന് മേടിപ്പിച്ചു മെഡിക്കൽ ഷോപ്പിൽ നിന്നും. അവൻ 2 ഗുളികയാണ് കൊണ്ടുവന്നത്. ഒരു ഗുളിക ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. അത് കഴിച്ചിട്ടാണ് ആ കുട്ടി റൂമിലേക്ക് പോയത്. ഒരെണ്ണം സാറ് തലവേദനയാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ സാറിന് തന്നു. അപ്പോഴാണ് സൂരജിന് കാര്യം മനസ്സിലായത്. തന്നെ പോലെ തന്നെ അവളെയും ആ മെഡിസിനാണ് ബോധമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചതെന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ പ്രതികരിച്ചേനെ. മരുന്നിന്റെ ഉപയോഗമാണ് തങ്ങൾക്ക് 2 പേർക്കും ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് അവന് മനസ്സിലായി. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. എങ്ങനെയും അവളെ കണ്ടുപിടിക്കണമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന് അയാളോട് ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം അയാൾക്ക് ഒന്നും അറിയില്ല എന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു. അവൻ തിരിച്ച് റൂമിലേക്ക് പോയി. ചെല്ലുമ്പോൾ രോഹിത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നീ ഇത് എവിടെ പോയതാ? ഞാൻ എഴുന്നേപ്പിട്ടപ്പോ നിന്നെ കണ്ടില്ല. ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ അവൻ ബാൽക്കണിയിൽ പോയി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കുക എന്നാലോചിച്ച് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നു. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് രോഹിത് വന്നത്. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? നീ എവിടെ പോയതാ രാവിലെ തന്നെ? രോഹിത് ചോദിച്ചു. സൂരജ് തിരിഞ്ഞ് രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. എന്താടാ, എന്താ പറ്റിയേ? വീണ്ടും രോഹിത് ചോദിച്ചു. പെട്ടെന്ന് തന്നെ സൂരജ് അവനെ കെട്ടിപ്പിടിച്ചു. ഒന്നും മനസ്സിലാകാതെ അങ്ങനെ തന്നെ നിന്നു രോഹിത്. എടാ, എനിക്ക് എനിക്ക് തെറ്റുപറ്റി. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, സൂരജ് പറഞ്ഞുകൊണ്ടിരുന്നു. രോഹിത് അവനെ അകറ്റി മാറ്റിക്കൊണ്ട് എന്താടാ, എന്താ പറ്റിയേ? അവൻ ചോദിച്ചു. സൂരജിന് രോഹിത്തിന്റെ മുഖത്ത് പോലും നോക്കാൻ വല്ലാത്ത വിഷമം തോന്നി. രോഹിത് തല കുനിച്ചു നിൽക്കുന്ന അവന്റെ മുഖം നേരെ പിടിച്ചപ്പോൾ സൂരജിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് കണ്ടു. എന്താടാ, നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എന്താ സംഭവം? അത് പിന്നെ എനിക്കിന്നലെ രാത്രി അവൻ ഉണ്ടായ സംഭവം മുഴുവനും അവൻ പറഞ്ഞു. രാവിലെ കണ്ണു തുറന്നു നോക്കിയതും ആരെയും കാണാതിരുന്നതും റൂം ബോയ് പറഞ്ഞതും എല്ലാം തന്നെ പറഞ്ഞു. എല്ലാം കേട്ട് രോഹിത്തിനും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. എടാ, ഇത് യാദൃച്ഛികമായി നടന്ന സംഭവമാണോ? ഇനി ആ പെണ്ണ് മനഃപൂർവ്വം? ഇല്ലടാ, അങ്ങനെയില്ല. കാരണം ആ മലയാളിയായ റൂം ബോയ് പറഞ്ഞു ആ കുട്ടി ഒരു പാവം മലയാളി കുട്ടിയാണ്. അവളുടെ കൂട്ടുകാരെല്ലാം ഓവറായിട്ടും അവൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ റൂമിൽ പാട്ടും ബഹളവും എല്ലാം ആയിരുന്നു. തീരെ സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാ അവൾ മറ്റൊരു റൂം അയാളോട് ചോദിച്ചത് എന്ന് അയാൾ വ്യക്തമായി പറഞ്ഞു. പിന്നെ എന്നെയും അവളെയും ഒരുപോലെ ചതിച്ചത് ആ മെഡിസിനാണ്. അത് വാങ്ങിക്കൊണ്ടുവന്ന പയ്യനെ ഞാൻ കണ്ടിരുന്നു. അവൻ പറഞ്ഞത് മെഡിക്കൽ ഷോപ്പിൽ പ്രായമായ ഒരാൾ ഉണ്ടായിരുന്നു. രാത്രിയായതുകൊണ്ട് സ്റ്റാഫ് എല്ലാം പോയിരുന്നു. അയാൾക്ക് മാറിപ്പോകാനാണ് സാധ്യത എന്നാണ് അയാളും പറഞ്ഞത്. പിന്നെ നമ്മളെ ചതിക്കാൻ മാത്രം ആരും നിൽക്കില്ല, അറിയാലോ. ഇത് വിനോദിന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലും കൂടിയാണ്. ഇതിൽ അദ്ദേഹത്തിനും പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ടും നമ്മൾ വിനോദിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഒരിക്കലും നമ്മളെ ഹോട്ടൽ സ്റ്റാഫ് ഒന്നും ചതിക്കില്ല. അബദ്ധം പറ്റിയത് തന്നെയാണ്. എന്നാലും ആ കുട്ടി അപ്പോൾ അവളെന്താ പറയാതെ പോയത്? ചിലപ്പോൾ എന്നെപ്പോലെ തന്നെ എഴുന്നേറ്റപ്പോഴായിരിക്കും അവളും ഇതെല്ലാം തിരിച്ചറിഞ്ഞത്. പെട്ടെന്നുള്ള പേടിയും വെപ്രാളവും കൊണ്ട് ഓടിപ്പോയതായിരിക്കും. അങ്ങനെ പോയപ്പോഴായിരിക്കും അവളുടെ ഈ ബ്രേസ്ലെറ്റ് അവൾ മറന്നുപോയത്. അവൻ പോക്കറ്റിൽ നിന്നും ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് ഉയർത്തി കാണിച്ചു. എനിക്കായി അവൾ തന്ന തെളിവ് ഇത് മാത്രമാണ്. പിന്നെ അവൾ വെർജിൻ ആണെന്ന് തെളിയിക്കുന്ന 2 തുള്ളി രക്തവും. സൂരജ്, ഒരു ഞെട്ടലോടെ രോഹിത് വിളിച്ചു. അതെ, അതിന്റെ തെളിവാണ് ആ രക്തത്തുള്ളികൾ. എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിൽ കുറച്ച് ഓർമ്മകൾ ഒരു മിന്നായം പോലെ വരുന്നുണ്ട്. അതിൽ ഞാൻ... സൂരജ് അവിടെ പറഞ്ഞു നിർത്തി. നീ ടെൻഷനാവാതെ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? ആ കുട്ടി മലയാളിയുമാണ്. ബാംഗ്ലൂർ വന്ന് പഠിക്കാൻ മറ്റുമായിരിക്കും. ഏതായാലും അവര് ഏത് കോളേജിൽ നിന്നാണ് വന്നതെന്ന് ഉറപ്പായിട്ടും രജിസ്റ്ററിൽ ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും അത് മാത്രം കണ്ടുപിടിച്ച കാര്യമില്ലല്ലോ.
അവർ കുറെ കുട്ടികളുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതിലാരായിരുന്നു എന്ന് എങ്ങനെ അറിയാനാ? അത് തന്നെയാണ് രോഹിത് ഇനിയും എന്നെ അലട്ടുന്ന പ്രശ്നം. ആ രാത്രി അവരിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കുറപ്പാണ്. അതുകൊണ്ട് ആരാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പറയണമെങ്കിൽ അവൾക്ക് മാത്രമേ പറ്റൂ. പക്ഷേ ഒരു പെൺകുട്ടി അങ്ങനെ പറയുമോ? സൂരജ് വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. കുറെ സമയം രണ്ടുപേരും മിണ്ടാതെ നിന്നു. അതിനുശേഷം, സൂരജ്, നടക്കാനുള്ളത് നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി നമുക്ക് ഇവിടെ നിന്നും പോകാം. നിന്റെ ട്രെയിനിങ്ങിന് പോകേണ്ട സമയമാണ്. ഇപ്പോൾ മനസ്സ് അസ്വസ്ഥമായ ഒരു കാര്യവും ശരിയാകില്ല. നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതല്ലേ. അതുകൊണ്ട് അവളും അത് മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കും. നീയും അതുപോലെ തന്നെ മറക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയണ്ട, രോഹിത് പറഞ്ഞു. അത് കേട്ടതും സൂരജ് പതിയെ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ വിഷമം കണ്ട് രോഹൻ അവന്റെ തോളിൽ പിടിച്ചു. എനിക്കറിയാം നിനക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എന്ന്. നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണാണ്. അറിയാതെയാണെങ്കിലും ഒരു പെണ്ണിനോട് ചെയ്ത തെറ്റ് അതിനി അലട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. ഒരുപാട് പെൺകുട്ടികളിൽ നിന്നും അവളെ മാത്രം കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആരാണ് എന്താണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ കേൾക്ക്. എല്ലാം മറന്നു കളാം. ഒരു സ്വപ്നം മാത്രമാണ് എന്ന് കരുതി മറന്നു കളയടാ. രോഹൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് അത് പറ്റുമോ എന്നറിയില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ അവൾ വേദനയായി എൻ്റെ നെഞ്ചിലുണ്ടാകും. മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ആ രാത്രി ഓർക്കാനായി അവൾ എനിക്ക് തന്നത് ഇത് മാത്രമാണ്. അതും പറഞ്ഞ് അവൻ ആ ബ്രേസ്ലെറ്റ് അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ അവസ്ഥ കണ്ട് രോഹനും സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാനില്ല എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. മറ്റു കൂട്ടുകാരോടൊന്നും അതിനെപ്പറ്റി അവർ പറഞ്ഞില്ല. പോകുന്നതിന് മുമ്പായി വീണ്ടും സൂരജ് ആ റൂമിലേക്ക് പോയി. ആ ബെഡിൽ കുറച്ചുനേരം കിടന്നു. പൊട്ടിച്ചിതറിക്കിടക്കുന്ന മുത്തുകളെയും അവൻ പെറുക്കിയെടുത്തു. അതും ആ ബ്രേസ്ലെറ്റും അവൾ തന്ന ആ മനോഹരമായ രാത്രിയും അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. ഒരു മനോഹരമായ പൊക്കിൾച്ചുഴിയും അതിനോട് ചേർന്ന് കിടക്കുന്ന കറുത്ത മറുകും മാത്രമായിരുന്നു അവന് ആ രാത്രിയിലെ ഓർമ്മ. ഒരുപാട് സമയം ആലോചിച്ചു നോക്കി അവളുടെ മുഖമെങ്കിലും കുറച്ച് വ്യക്തമായി കാണാൻ. പക്ഷേ മദ്യത്തിൻ്റെ ആ ലഹരിയിലും ആ മരുന്നിൻ്റെ ലഹരിയിലും ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആകെക്കൂടി കിട്ടിയത് അവളുടെ മനോഹരമായ ആ മായാമറുകും ആ ഭംഗിയുള്ള പൊക്കിൾച്ചൊഴിയും മാത്രമായിരുന്നു. പിന്നെ അവിടെ നിന്നും നാട്ടിലെത്തിയിട്ടും ട്രെയിനിങ്ങിന് പോയിട്ടും ഒന്നും ആ രാത്രി ഓർക്കാത്ത ഒരു ദിവസം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നുവരെ താൻ എല്ലാ ദിവസവും അത് ഓർക്കുന്നു എന്നും എൻ്റെ എല്ലാ വിശേഷങ്ങളും ആ ബ്രേസ്ലെറ്റിനോടും ആ പൊട്ടിക്കിടക്കുന്ന മുത്തുകളോടും പറഞ്ഞിട്ടാണ് അവൻ എന്നും ഉറങ്ങുന്നത്. അവളെ പാതിയായി അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അച്ഛൻ കൊടുത്ത വാക്കിൻ്റെ ഉറപ്പിന്മേൽ മാത്രമാണ് നവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നവ്യയോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ രോഹിത് സമ്മതിക്കുന്നില്ല. അവനോട് പറഞ്ഞപ്പോൾ അവൻ എതിർക്കുകയാണ് ചെയ്തത്. കാരണം ഞാനിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറാണ്, അവൾ ഒരു മാധ്യമ പ്രവർത്തകയാണെന്നും ഉള്ള കാരണം കൊണ്ടാണ് രോഹിത് അത് പറയാൻ അനുവദിക്കുന്നില്ല. പക്ഷേ ഒരിക്കലും അവനെ ഇക്കാര്യം മറച്ചു വയ്ക്കണമെന്ന് ഉണ്ടായിട്ടില്ല. എങ്ങനെയും അവളോട് കാര്യങ്ങൾ പറയണം എന്ന് തന്നെയാണ് സൂരജ് മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. മുഖം പോലും അറിയാത്ത ഒരു പെൺകുട്ടി മനസ്സിലുള്ളത് കൊണ്ടും താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിനാലും ഇതുവരെയും മറ്റൊരാളോടും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ദേവയാനിയെ അവിടെ വെച്ച് കണ്ടപ്പോൾ, അവളുടെ അടുത്തു ചെന്ന് നിന്നപ്പോൾ അവളിൽ നിന്നും വരുന്ന ആ ഗന്ധത്തിൽ നിന്നും അവളെ പരിചയമുള്ളതുപോലെ തോന്നുന്നു. താൻ അറിഞ്ഞ ആ ഗന്ധം, ഇത്രയും വർഷങ്ങളായിട്ടും താൻ ആ ഗന്ധം തിരയുകയാണ്. അപ്പോഴാണ് അത് ദേവയിൽ നിന്നും തനിക്ക് കിട്ടിയതായി അവന് തോന്നിയത്. പക്ഷേ അതൊരിക്കലും അവളാകാൻ സാധ്യതയില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. പക്ഷേ തൻ്റെ പോലീസ് ബുദ്ധിയിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. അവളൊരു ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നും ചില കാര്യങ്ങൾ കൊണ്ട് അവൾ പഠനം നിർത്തേണ്ടി വന്നു എന്നു പറഞ്ഞതു മുതൽ
തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അലട്ടുന്നത് പോലെ അവന് തോന്നി. അവളിൽ നിന്നും വരുന്ന ആ ഗന്ധം അറിഞ്ഞ അന്ന് ചില സംശയങ്ങൾ തോന്നിയെങ്കിലും അതവൻ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അവളുടെ പഠനകാര്യം പറഞ്ഞപ്പോൾ അവളൊരു ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നും പഠനം പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് എക്സാം എഴുതാതിരുന്നത് എന്നും പറഞ്ഞു കേട്ടപ്പോൾ മുതൽ വീണ്ടും ആ സംശയം ഈ പോലീസ് ബുദ്ധിയിൽ വീണ്ടും തെളിഞ്ഞു. എന്തോ മനസ്സിൽ ഓർത്തതുപോലെ സണ്ണി വേഗം തന്നെ ആ ബ്രേസ്ലെറ്റ് ആ ബോക്സിലാക്കി അലമാരയിലേക്ക് വെച്ചു. അവൻ വേഗം സാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ചെല്ലുമ്പോൾ അവൾ ബെഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ ഗെയിം കളിക്കുകയാണ്. സാക്ഷി, അവൻ വിളിച്ചു. എന്താ ഏട്ടാ? അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. എന്തായി, നിന്റെ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തോ? ചെയ്തു ഏട്ടാ, അടിപൊളിയായിട്ടുള്ള 3 ഡിസൈൻസ്. എനിക്ക് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത്രയും മനോഹരമായിരുന്നു ദേവചേച്ചിയുടെ ഡിസൈൻസ്. അതുമാത്രമല്ല, അത് സ്റ്റിച്ച് ചെയ്യുന്നതും ദേവചേച്ചി തന്നെയാണ്. അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എന്നാലും ഇത്രയും കഴിവുള്ള ചേച്ചി ഒരു സെയിൽസ് ഗേളായിട്ട് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ രോഹിത് ഏട്ടനെ കാണും. എന്നിട്ട് ആ ഷോപ്പിലെ ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനറായി ഞാൻ ചേച്ചിയെ അപ്പോയിൻമെന്റ് ചെയ്യാൻ പറയും. ഏട്ടൻ നോക്കിക്കോ. ഞാനും രോഹനും അതിനെപ്പറ്റി സംസാരിച്ചു. കാരണം രോഹന് ഇഷ്ടമായി ആ ഡിസൈൻ. ഒരാളുടെ ശരീരപ്രകൃതി മനസ്സിലാക്കി അയാൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വസ്ത്രം ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കഴിവ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഏട്ടൻ്റെ അഭിപ്രായം? സാക്ഷി ചോദിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞ നീ ദേവയോട് ചോദിക്കുമോ? സൂരജ് പറഞ്ഞപ്പോൾ സാക്ഷി അവനെ സൂക്ഷിച്ചു നോക്കി. അത് വേറൊന്നുമല്ല. ദേവ എവിടെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതെന്ന് നീ ഒന്ന് ചോദിക്കാമോ? സൂരജ് ചോദിച്ചു. അതെന്തിനാ ഏട്ടാ? സാക്ഷി ചോദിച്ചു. അല്ല, അവൾ എന്തുകൊണ്ടാണ് നിർത്തിയത് എന്നറിയാനാണ്. സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലമോ ആണെങ്കിൽ അവൾക്ക് വീണ്ടും തുടർന്ന് പഠിക്കാനും. നീ പറഞ്ഞതുപോലെ രോഹിത്തിന്റെ ആ ഷോപ്പിൽ നല്ലൊരു ഫാഷൻ ഡിസൈനറായി അവൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓഫർ ഞാനും രോഹിത്തും കൂടി ആലോചിക്കുന്നുണ്ടായിരുന്നു. സൂരജ് പറഞ്ഞു. അതെയോ? അത് ഞാൻ ദേ ഇപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അവൾ ഫോണിലെ ഗെയിം മാറ്റി ദേവയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ മോളെ. ചേച്ചി, എന്ത് പണിയാ ചേച്ചി കാണിച്ചത്? ഞാൻ ആ സ്വീറ്റ്സ് മാത്രമല്ല ചോദിച്ചത്. ചേച്ചി ആ ഭക്ഷണം ഇങ്ങോട്ട് മുഴുവനും പാക്ക് ചെയ്തോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് കഴിക്കാൻ അവിടെ ഉണ്ടാകുമോ? മോളെ, ഇവിടെ ഞാനും കണ്ണനും ഗീതവും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾക്കുള്ളത് ഇവിടെയുണ്ട്. അതോർത്ത് ആ കുഞ്ഞു തല പുകയ്ക്കണ്ട കേട്ടോ. എന്തായി, ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? പിന്നെ ഏട്ടൻ കഴിച്ചു. ആദ്യം ഏട്ടന് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. സാക്ഷി സൂരജിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സൂരജ് അവളുടെ മുഖത്ത് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ചേച്ചി ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ ചേച്ചിക്ക് എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റില്ലേ? സാക്ഷി ചോദിച്ചു. മോളെ, ഇനി അതൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ ജോലിയിൽ ഞാൻ ഹാപ്പിയാണ്, അവൾ പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് ഇത്രയും കഴിവുള്ളപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ജോലി. അവൾ അവിടെ പറഞ്ഞു നിർത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി? ചോദിച്ചോ. ചേച്ചി എവിടെയാ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്? ബാംഗ്ലൂരാണ്. സാക്ഷി ഫോൺ സ്പീക്കറിലിട്ടാണ് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ബാംഗ്ലൂരാണ് എന്ന് കേട്ടതും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സൂരജ് എഴുന്നേറ്റു. അവൻ സാക്ഷിയോട് അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പറിൽ എഴുതി ഏത് കോളേജിലാണ് എന്ന് ചോദിക്കാൻ പറഞ്ഞു. ചേച്ചി, ഏത് കോളേജിലാണ് ചേച്ചി പഠിച്ചത്? ഐഡിയ വേൾഡ് കോളേജ്. അതുകൂടി കേട്ടതോടുകൂടി സൂരജ് ഞെട്ടിത്തിരിഞ്ഞു. അവനന്ന് ആ റൂം ബോയ് കാണിച്ചു കൊടുത്ത രജിസ്റ്ററിലെ പേര് നോക്കിയിരുന്നു. അത് അവൻ ഓർത്തു. ഐഡിയ കോളേജ്. അപ്പോൾ തൻ്റെ ഊഹമെല്ലാം ശരിയാവുകയാണോ? അവൻ ആലോചിച്ചു. അവൻ വീണ്ടും എഴുതി ഏത് ഇയറാണ് എന്ന്. സാക്ഷി അതും ചോദിച്ചു. അവൾ പറഞ്ഞ വർഷം കേട്ടതും സൂരജിന്റെ ശരീരമെല്ലാം തളരുന്നത് പോലെ തോന്നി. അത് മനസ്സിലായതുപോലെ സാക്ഷി അവനെ നോക്കി. ചേച്ചി, അപ്പോ എന്താണ് ചേച്ചി എക്സാം എഴുതാതിരുന്നത്? അത് പിന്നെ മോളെ, ആ സമയത്താണ് ഞാൻ കണ്ണനെ പ്രഗ്നൻ്റ് ആവുന്നത്, അവൾ മടിച്ച് പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി ഒരു വിവാഹം കഴിഞ്ഞിരുന്നോ? സാക്ഷി വീണ്ടും ചോദിച്ചു. അവളുടെ മറുപടി കേൾക്കാനായി സൂരജും കാതോർത്തു. മോളെ, അതൊക്കെ ആലോചിക്കാൻ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്.
അത് മോള് ചോദിക്കരുത് ചേച്ചിയോട്. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അയ്യോ ചേച്ചി, സോറി, ഞാൻ പെട്ടെന്ന് അങ്ങനെ അറിയാതെ ചോദിച്ചു പോയതാ. ഇനി ഞാൻ അതിനെപ്പറ്റി ചേച്ചിയോട് ഒന്നും ചോദിക്കില്ല. എവിടെ എന്റെ കണ്ണൻ? ഡേ, പുറത്ത് ഗീതവുമായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ മോളുടെ ഡ്രസ്സിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അതെയോ? ദൈവമേ, അടുത്ത ആഴ്ച ഒന്ന് വേഗമായി കിട്ടിയാൽ മതി, സാക്ഷി വളരെ സന്തോഷത്തിൽ പറഞ്ഞു. എന്നാൽ സൂരജ് ആ സമയം ഡോറ് തുറന്ന് പുറത്തേക്ക് പോയിരുന്നു. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ മനസ്സിൽ എവിടെയോ സന്തോഷവും തെളിയുന്നത് പോലെ അവന് തോന്നി. അവനാകെ വല്ലാത്തൊരു അവസ്ഥയിൽ റൂമിലേക്ക് ചെന്നത്. റൂമിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവൻ അല്പസമയം കഴിഞ്ഞതും ഫോൺ എടുത്ത് രോഹിത്തിനെ വിളിച്ചു. രോഹിത്, നീ എവിടെയാ? അവന്റെ ശബ്ദത്തിലെ സന്തോഷം രോഹിത്തിന് തിരിച്ചറിഞ്ഞു. എന്താടാ, ഇന്ന് കമ്മീഷണർ ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം. നീ എവിടെയാ? എടാ, നീ നോക്കിയേ, നല്ല മഴയാ. ഇന്നൊരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വീട്ടിലിരുത്ത്. പറ്റില്ല രോഹിത്, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. ഞാൻ ഡാഡി കഫേയിലുണ്ടാവും. വേഗം വരണം, ഇപ്പോൾ തന്നെ. എന്താടാ, എന്താ കാര്യം? അവന്റെ ശബ്ദത്തിലെ ആകാംക്ഷയും വെപ്രാളവും തിരിച്ചറിഞ്ഞ രോഹിത് ചോദിച്ചു. അതെല്ലാം ഞാൻ നിന്നോട് നേരിട്ട് പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം. നീ വന്നേ പറ്റൂ. ഞാൻ ദേ റെഡിയായി ഇറങ്ങുകയാണ്. അതും പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തു അവിടെ നിന്നും ഇറങ്ങി. മോനെ, നീ ഇതെവിടെ പോവാ? ഡ്രസ്സൊന്നും മാറാതെ? അമ്മേ, ഞാൻ രോഹിത്തിനെ കാണാൻ പോവുക. അപ്പോ ഇത് തന്നെ മതി, ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകുന്നതല്ലല്ലോ. ആ, അല്ല, എന്താ ഇത്ര അത്യാവശ്യം? എന്താ നിനക്കൊരു വെപ്രാളമെല്ലാം തോന്നുന്നു? ഇല്ലമ്മേ, അത് ഒന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. അവൻ വേഗം തന്നെ ഇറങ്ങി അവന്റെ കാറിലാണ് അവൻ പോയത്. അവൻ പോയി ഡാഡി കഫേയിൽ വെയിറ്റ് ചെയ്തു. പുറത്തെ മഴയിൽ നോക്കിയിരുന്നു. അവന്റെ മനസ്സ് എന്തോ വല്ലാത്ത സന്തോഷം കൊണ്ട് തുള്ളുന്നത് പോലെ അവന് തോന്നി. ഈ സമയം താൻ ഒരു സിറ്റി പോലീസ് കമ്മീഷണറാണെന്നോ ഒന്നും അവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് മുഴുവനും ദേവയായിരുന്നു. അല്പസമയം കഴിഞ്ഞതും രോഹിത് അങ്ങോട്ട് വന്നു. രോഹിത് അവനെ കണ്ടതും അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും അവൻ അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താണ്, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? രോഹിത് ചോദിച്ചു. എടാ, 3 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കാര്യം ഇന്ന് അറിഞ്ഞു. എനിക്ക് പക്ഷേ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഉറപ്പാകണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. എന്താടാ, നീ കാര്യം പറയേ. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സൂരജ് രോഹിത്തിനോട് പറഞ്ഞു. സാക്ഷി പറഞ്ഞതും എല്ലാം. അപ്പോ നീ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടി ദേവയാനിയാണെന്നാണോ? ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ആകാൻ സാധ്യതയുണ്ട്. ഏ, നീ നീ പറയുന്നത് സത്യമാണോ? ആണ്. ഞാൻ ആദ്യമായിട്ട് അവളെ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അന്ന് നിന്റെ ഷോപ്പിൽ വെച്ചിട്ട് ആ സാരി എടുത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നത്. അപ്പോ അവളുടെ ഒരു മണം, അവളുടെ ആ മണം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് എത്ര തിരക്കിനിടയിലും ഞാൻ ആ ഗന്ധം തിരയുന്നുണ്ടായിരുന്നു. അതൊരു പെർഫ്യൂമിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് വീണ്ടും എനിക്ക് കിട്ടിയത് അവളിൽ നിന്നാണ്. അന്ന് പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. ചെറിയൊരു സംശയം മാത്രമായിരുന്നു അന്ന് എനിക്ക് തോന്നിയതും. എന്നാൽ ഇന്ന് സാക്ഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അവളുടെ പഠനം നിർത്തിയ കാര്യങ്ങളും എല്ലാം കൂടി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചു. അറിയാലോ, പോലീസുകാരൻ്റെ കുരുട്ടുബുദ്ധിയിൽ ആലോചിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ സാക്ഷി ഫോൺ ചെയ്തപ്പോൾ അവളിൽ നിന്ന് കേട്ട മറുപടി എല്ലാം കൂടി കൂട്ടി ആലോചിച്ചപ്പോൾ എല്ലാം ഒത്തുവരുന്നു രോഹിത്. എടാ സൂരജ്, അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത്? കണ്ണൻ നിന്റെ മോനാണോ? പെട്ടെന്ന് രോഹിത് ചോദിച്ചപ്പോഴാണ് സൂരജ് ഒന്ന് ഞെട്ടിയത്. താൻ ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചില്ലായിരുന്നു. ഹായ്, ഞാനാണ് കാർത്തിക. എൻ്റെ ശബ്ദത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ? പഴയതുപോലെ ആയി തുടങ്ങിയോ? അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ. പിന്നെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. നമ്മുടെ അപ്പൂസ് ബലരാമനാവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുമായിട്ട് ഞാൻ ഇത്തിരി തിരക്കാണ്. അതിൻ്റെ പുറകെ നടക്കായിരുന്നു ഇന്ന്. ഇനി നാളെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അവനെ റെഡിയാക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വീഡിയോ ഞാൻ അല്പം ലേറ്റായാലും ഇടാട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് പറയണം. ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, പക്ഷേ ലൈക്കും കുറവാണ്, കമൻസും കുറവാണ്. പ്ലീസ് ലൈക്കും കമൻസും
ഒന്ന് താന്നേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേന്നേ, പ്ലീസ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ലവ് യു ഓൾ.